അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ അവസാനഘട്ട പരിപാടികൾ ഇതാ ഇവിടെ നടക്കുവാണ്. മസാലയെല്ലാം ഇട്ട് സെറ്റ് ചെയ്യുവാണ്. ബേക്കേഴ്സ് പൈനാപ്പിൾ നമ്മുടെ ഹെൽപ്പറെ കാണണോ? ഇങ്ങനെ കണ്ടില്ലേ, നമ്മുടെ ഈ കുടുംബശ്രീയുടെ 20ാം വാർഷികത്തിനാണ് നമ്മുടെ ഈ ബിരിയാണി റൈസും ചിക്കനും ഉണ്ടാക്കിയത്. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ കിടുക്കാച്ചി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പുത്തൻകുളം പുലരി കുടുംബശ്രീ. അപ്പം ഭൂതക്കുളം പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു കുടുംബശ്രീയാണ് പുലരി കുടുംബശ്രീ. അപ്പം അതിൻ്റെ 20ാമത് വാർഷികം. അപ്പോൾ അതിവിടെ വെച്ച് നടത്തുകയാണ്. അപ്പം അതിൻ്റെ ഒരു ഉച്ചയ്ക്ക് ചെറിയ ഫുഡും കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പം ഞാനാണ് ഇപ്പം മെയിനായിട്ട് ഉണ്ടാക്കുന്നത് റൈസും ചിക്കനും. അപ്പം അതിൻ്റെ കാഴ്ചകളിലോട്ടൊന്ന് പോകാം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറിയും റൈസുമാണ്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കാവലായിട്ട് രണ്ടുപേരുണ്ട്, കണ്ടില്ലേ, ചിക്കന് കാവലായിട്ട് ഇരിക്കുവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ സവാള കണ്ടില്ലേ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. സെറ്റായില്ല, വഴണ്ട് വരാൻ കുറച്ച് സമയമെടുക്കും അല്ലേ. നമ്മുടെ പുലരി കുടുംബശ്രീയുടെ 20ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവരും കൂടി ഒരുമിച്ച് എൻ്റെ നേതൃത്വം, ഞാനാണ് ഇതിൻ്റെ ഡയറക്ടറുടെ ഈ ഫുഡ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മേൽനോട്ടം ഞാനാണ് വഹിക്കുന്നതും ചിക്കനും റൈസും. ഇവിടെ നമ്മുടെ റൈസ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഊറ്റിയെടുക്കുകയാണ്, വറ്റിച്ചെടുക്കുകയല്ല, ഇതുവഴി ഊറ്റിയെടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കണ്ടില്ലേ, കുടുംബശ്രീയുടെ അംഗങ്ങൾ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ ഊറ്റിയിട്ടുണ്ട്. ഊറ്റുന്ന ഞാൻ എടുത്തിട്ടില്ല, എങ്കിലും ഊറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി റൈസ് എന്ന് വെച്ചാൽ നീളൻ അരിയാണ് കേട്ടോ. നീളനാണെങ്കിലും ഒരുപാട് കട്ടിയില്ലാത്ത നൈസ് അരിയാണ്. ചിക്കൻ ഇവിടെ വെന്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹെൽപ്പിങ്ങിനായിട്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട്. കണ്ട ബിരിയാണിയുടെ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇടാനുള്ള നമ്മുടെ മല്ലിയില, ക്യാരറ്റ്, ബീൻസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്രയും ഐറ്റം ഇവിടെ റെഡിയാണ്. പിന്നെ ചില്ലറ കറിവേപ്പിലയും കൂടി ഉണ്ട്, ഉണ്ടല്ലേ. അപ്പം എല്ലാം സെറ്റ്. ഇനി നമുക്ക് ദം ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ബിരിയാണി ദം ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് നെയ്യ് ഒഴിക്കുന്നു. ബിരിയാണി എന്ന് വെച്ചാൽ നമ്മുടെ റൈസാണ് കേട്ടോ, റൈസും ചിക്കനും അങ്ങനെ വേറെ വേറെ ആയിട്ട് ഉണ്ടാക്കുവാണ്. അതെ, ഐറ്റംസ് എല്ലാം ഇവിടെ സെറ്റാണ്. കുഞ്ഞ് ഹെൽപ്പറാണ്, ശിവന്യ ഹെൽപ്പർ. ഇത് വേറൊരു ഹെൽപ്പറാണ്. നമ്മുടെ റൈസ് തട്ടിയിടാം നമുക്ക്. ബിരിയാണി ദം ചെയ്യുന്നു ഇല്ലേ മോളെ? ചോറ് തട്ടിപ്പോണ രീതിയിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. നീ ഇയാളെ ആദ്യം നോക്കി പോയാൽ മതി കേട്ടോ. കണ്ടില്ലേ, നമ്മൾ നെയ്യ് ഒഴിക്കുവാണ്. നെയ്യും ബാക്കി കാര്യങ്ങൾ എല്ലായിടത്തും എൻ്റെ ഒരു മേൽനോട്ടം എത്തണം. വാരി വിതറിക്കുമോ, അത് മൊത്തത്തിൽ വിതറിക്കോ, വാരി വിതറിക്കോ. നമ്മുടെ ബീൻസ്, ക്യാരറ്റ്, പൈനാപ്പിൾ എസൻസ് നമുക്ക് പൊട്ടിച്ചൊഴിയാം. ബേക്കേഴ്സ് പൈനാപ്പിൾ. എസൻസ് ഒഴിക്കാം. ബാക്കി ചോറൂടെ തട്ടിയിട്ട് ദമ്മ് സെറ്റാകാം. പിന്നെ വീടട്ടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഈ ഒരു മസാലയുടെ എല്ലാം എത്തും. ബീൻസും ക്യാരറ്റും എല്ലാം എത്തും. കണ്ടില്ലേ, എല്ലാം തട്ടിയിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ എല്ലായിടത്തും മിക്സായി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലും കൂടി ഒരു ലെയർ കൂടെ ഇടുമ്പോൾ സെറ്റ്. എന്തുവാണെന്ന് മനസ്സിലായത്? എന്തോ ഡാൻസ് ഫൈനൽ. ഇനി എല്ലാം കൂടി വണ്ടേ തട്ടിയിട്ട് ഫിനിഷ് ചെയ്യാം. അടി കൂടരുത്. ഈ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ്, മുന്തിരിയും, ഡ്യൂട്ടി ഫ്രൂട്ടി ഇവിടെ ഇട്ടാൽ മതി, സെറ്റാകും.
എസൻസ് ഒഴിച്ചില്ലെന്ന് പറഞ്ഞു. എസൻസ് ഇനി ഇച്ചിരിയും കൂടെ ഉള്ളു, തീർന്നു. തുറന്നു അല്ല, അത് അമ്മ വാങ്ങിച്ചല്ലേ, ഞാൻ വാങ്ങിച്ചത്. എസൻസ് തുറക്കും. പൈനാപ്പിൾ എസൻസ് ഒഴിച്ചാ അങ്ങനെ നമ്മുടെ പാചകം കഴിഞ്ഞ് കണ്ട കുടുംബശ്രീയുടെ വാർഷിക ആഘോഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. വിളക്ക് കത്തിച്ച് ചെറിയൊരു ചടങ്ങ്. ചൊല്ലി പ്രാർത്ഥന.